പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിലെ ലോട്ടറി പ്രവർത്തകർ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ്. ചെറുകിട ലോട്ടറി തൊഴിലാളികൾ കേരളത്തിന്റെ ഗവൺമെന്റിന്റെ നിത്യ വരുമാനത്തെ വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. മദ്യത്തിന്റെയും ലോട്ടറിയുടെയും വരുമാനം ഇല്ലെങ്കിൽ സർക്കാരിനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മൾ ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ലോട്ടറി ഈ രണ്ട് വ്യവസായത്തെ പറ്റിയും എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളില്ല. പക്ഷെ വേറെ യാതൊരു വ്യവസായവും നമ്മുടെ രാജ്യത്ത് നടക്കുന്നില്ല. അപ്പോ ഒത്തിരി പേര് ലോട്ടറി മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ലോട്ടറിയുടെ പല ലോട്ടറി തൊഴിലാളികളുടെ പല അസോസിയേഷനുകളും ഇത്തരം കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ഇനി ഉന്നയിക്കാൻ സാധ്യതയുള്ളതുമായ ചില കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിലവിലുള്ള സംവിധാനങ്ങളിലെ കോട്ടം തട്ടാതെ പുതിയ ചില കാര്യങ്ങൾ ലോട്ടറിയുടെ നടപ്പിൽ ഉണ്ടായാൽ അത് ലോട്ടറി തൊഴിലാളികളുടെ ജീവിതത്തിലും ലോട്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ വരുമാനത്തിലും ഗുണപരമായ മാറ്റങ്ങൾ വരുത്തും എന്ന് തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം. അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഈ കാണുന്ന പൊതുജനങ്ങളും ലോട്ടറി തൊഴിലാളികളും ആലോചിക്കുകയും അതിന് വേണ്ട നിർദ്ദേശങ്ങൾ റെപ്രസെന്റേഷൻസ് സർക്കാരിനും മറ്റ് അധികാരപ്പെട്ടവർക്കും കൊടുക്കുകയും വേണം എന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. ഒന്നാമതായി, ദിവസവും നടക്കുന്ന ലോട്ടറി നറുക്കെടുപ്പ് ഞായറാഴ്ച ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ നടക്കുന്നതാണ്. അത് സർക്കാർ വക ഘട്ടത്തിലോട്ട് മാറ്റുകയാണെങ്കിൽ ആ ഇനത്തിൽ സർക്കാരിന് ലോട്ടറി ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടാകുന്ന ചെലവ് കുറയ്ക്കാൻ പറ്റും. ആൾക്കാരുടെ ഇടയിൽ വിശ്വാസ്യതയും മാന്യതയും ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ചില ചാനലുകൾ മാത്രമാണ് ലോട്ടറി നറുക്കെടുപ്പിന്റെ തത്സമയ നറുക്കെടുപ്പ് കാണാനും റിസൾട്ട് പബ്ലിഷ് ചെയ്യാനും അനുവദിച്ചിട്ടുള്ളത്. അത് കേരളത്തിലെ ദൂരദർശൻ ഉൾപ്പെടെയുള്ള എല്ലാ ചാനലുകൾക്കും, താല്പര്യമുള്ള എല്ലാ ചാനലുകൾക്കും അത് നിരീക്ഷിക്കാനും അത് റെക്കോർഡ് ചെയ്യാനും തത്സമയം സംപ്രേഷണം ചെയ്യാനുള്ള അനുവാദം സർക്കാർ കൊടുക്കാതിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനകത്ത് സ്വകാര്യതയൊന്നും ഉണ്ടാവുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ ദൂരദർശൻ ചാനലിൽ പോലും വരുന്നില്ല എന്നുള്ളത് ഒരു വലിയ ന്യൂനതയാണ്. അടുത്തതായിട്ട് പറയാനുള്ളത്, കൗണ്ടറുകളിൽ എല്ലാ ലോട്ടറി ഓഫീസുകളിലും ഈ ഡിസ്ട്രിബ്യൂട്ടർ കമ്മീഷൻ അല്ലെങ്കിൽ ഏജന്റ് കമ്മീഷൻ നമ്മൾ കൊടുക്കാറുണ്ട്. ഈ കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് അപേക്ഷ ഫോറം പൂരിപ്പിച്ച് ഓഫീസറുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അത് വാങ്ങിക്കുന്നുണ്ട്. അതനുസരിച്ചിട്ട് അടുത്ത ദിവസത്തേക്ക് ടിക്കറ്റിന് ഏജന്റുമാർ ചെയ്യുന്നു. പക്ഷെ ഇതിനകത്തൊരു ന്യൂനത വരുന്നത് 30 ദിവസത്തിനകത്ത് ഈ എമൗണ്ട് ഏതെങ്കിലും വ്യക്തി, അവർക്ക് രോഗബാധിതനാവാം, അല്ലെങ്കിൽ പുറത്തേക്ക് യാത്ര പോയതാവാം, അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റെന്തെങ്കിലും അസൗകര്യമാവാം, പക്ഷെ 30 ദിവസത്തിനകത്ത് ഇത് ക്ലെയിം ചെയ്യാൻ പറ്റാത്ത പൂർണ്ണ സമയ ജോലിക്കാരല്ലാത്തവർക്ക് ഈ ഏജൻസി കമ്മീഷൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. നമുക്ക് ഒരു അക്കൗണ്ട് നമുക്ക് ഒരു ഏജൻസി എടുക്കുമ്പോഴത്തേക്ക് ഏജൻസി ഫോമിൽ ഞാൻ കണ്ടിട്ടുള്ളത്, ഇവർക്ക് ഏജൻസി കൊടുക്കുമ്പോഴത്തേക്ക് ഇവരുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ് എല്ലാം പാൻ നമ്പർ ഇതെല്ലാം വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഒരാൾക്ക് ഏജൻസി കൊടുക്കുന്നത്. അപ്പൊ ഈ ഓരോ ഏജന്റിന്റെയും ഫുൾ ഡീറ്റെയിൽസ് സർക്കാരിന്റെ കയ്യിലുണ്ട്. അപ്പോ 28 ദിവസത്തിനകത്ത് ഒരു ഏജന്റ് അയാൾക്ക് കിട്ടേണ്ട കമ്മീഷൻ ക്ലെയിം ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് ആ ആളുടെ അക്കൗണ്ടിലേക്ക് മാറ്റാനുള്ള സംവിധാനം സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വളരെ നിസ്സാരമായി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോ ഈ ക്ലെയിം ചെയ്യാത്ത തുക എത്രയാണെന്നും അത് സർക്കാരിലോട്ട് ഓരോ മാസവും എത്ര രൂപയാണ് വന്നതെന്നും പൊതുവായിട്ട് ഉള്ള ഏജന്റുമാർക്ക് അറിയണം എത്ര തുകയാണ്. അത് അവർക്ക് കിട്ടേണ്ട കമ്മീഷനാണ്, അവർക്ക് പോകുന്നില്ല. അതെന്തുകൊണ്ട് പോകുന്നില്ല? അത് സർക്കാരിലോട്ട് എങ്ങനെ മുതൽ കൊണ്ടുവരുന്നത്? എനിക്ക് അല്ലെങ്കിൽ ഒരു ഏജന്റിന് ന്യായമായിട്ട് കിട്ടേണ്ട തുക അയാൾക്ക് കിട്ടുന്നില്ലെങ്കിൽ, അയാൾ 30 ദിവസത്തിനകത്ത് ക്ലെയിം ചെയ്യുന്നില്ലെങ്കിൽ അത് സർക്കാരിലോട്ട് പോകുന്നത് തെറ്റായ ഒരു കാര്യമാണ്. അതിനെതിരായിട്ട് ഏജന്റുമാര് ഗവൺമെന്റിനെ സമീപിക്കേണ്ടത് നല്ലതാണ്. അടുത്തതായി, സർക്കാർ ലോട്ടറിയിൽ വരുത്തിയ അടുത്ത കാലത്തുണ്ടായ ചില പരിഷ്കാരങ്ങളാണ്. ബുധനാഴ്ചയും ഞായറാഴ്ചയുള്ള ലോട്ടറി ടിക്കറ്റുകൾ വിൽക്കുന്നില്ല. അത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പരിശോധിക്കുകയും അത് ജനങ്ങൾക്ക് കൂടെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിക്ക് ആ ടിക്കറ്റുകൾ വിൽക്കാനുള്ള സംവിധാനവും ഗവൺമെന്റിന് ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന്, ഓരോ വ്യക്തിക്കും ആവശ്യമുള്ള ടിക്കറ്റുകൾ, മിനിമം ടിക്കറ്റുകളെങ്കിലും ഓരോ ഏജന്റിനും
ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാനും പൈസ അടയ്ക്കാനുള്ള സംവിധാനം ചെയ്തു കഴിഞ്ഞാൽ ഈ ലോട്ടറി ഓഫീസുകൾ ഉണ്ടാകുന്ന അനാവശ്യമായിട്ടുള്ള തിരക്കുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പ്രത്യേകിച്ച് കോവിഡ് പോലുള്ള ഒരു സാഹചര്യം നമ്മൾ മുന്നിൽ കണ്ടതാണ്. 3 വർഷം അതിന്റെ വിപത്തുകൾ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇപ്പൊ ഒരാൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ള മിനിമം ടിക്കറ്റ് ഇപ്പൊ 25 50 ടിക്കറ്റ് ഒരാൾക്ക് ഒരാഴ്ചയ്ക്ക് മുൻപ് തന്നെ ബുക്ക് ചെയ്യാൻ ആവശ്യമുള്ളവർക്കാണെങ്കിൽ അവർക്ക് പൈസ അടയ്ക്കുകയും ബുക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും ടിക്കറ്റ് കിട്ടുന്നു എന്നുള്ള കാര്യം ഉറപ്പാക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഏജൻസി കോട്ട എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഏജന്റിനുള്ള കോട്ട നേരത്തെ നിശ്ചയിച്ച് മിനിമം കോട്ട ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിച്ചമുള്ള ടിക്കറ്റുകൾ മാത്രം കൗണ്ടറിൽ കൊടുത്താൽ മതിയല്ലോ. ഇപ്പൊ സർക്കാരിന് പൈസ നേരത്തെ കിട്ടും, അതെല്ലാം വൈറ്റ് മണി ആയിട്ട് കിട്ടും. ഗവൺമെന്റിന് യാതൊരുവിധ അധ്വാനമില്ലാതെ അത് ട്രഷറി വഴിയോ അക്ഷയ സെന്റർ വഴിയോ ഇത് ചെയ്യാവുന്നതാണ്. ഇത് ഒരുപാട് പേർക്ക് ഓഫീസിൽ എത്തി അവിടെ ക്യൂ നിൽക്കുന്നതിന്റെ അസൗകര്യം ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ ലോട്ടറി ബിസിനസ്സുമായിട്ട് ഇടപെട്ട് നിൽക്കുന്നവരെല്ലാവരും വളരെ കൂടുതൽ പേരും അംഗവൈകല്യമുള്ളവരോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്നവരോ ജീവിതത്തിൽ അവശത അനുഭവിക്കുന്നവരൊക്കെയാണ്. അവരെ നമ്മൾ കൂടുതൽ പരിക്ഷീണരാക്കുകയാണ് നമ്മൾ ഈ അശ്രദ്ധ കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. ഇത് വാച്ച് ചെയ്യുന്ന ലോട്ടറി തൊഴിലാളികൾ, ലോട്ടറി വിൽപ്പനക്കാര് ഇത് ശ്രദ്ധാപൂർവം പഠിച്ച് ഇതിന്റെ ഈ കോളത്തില് നിങ്ങളെ കമന്റ് ചെയ്യുക. നിങ്ങളെ നമ്പർ ഉൾപ്പെടെ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് കൂടുതൽ ചർച്ചകൾക്കുള്ള സംവിധാനം ഉണ്ടാവും. മാക്സിമം നിങ്ങളുടെ നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റ് ഏജന്റുമാർക്കും ഇത് പൂർണ്ണമായിട്ട് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.